ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ അടുത്ത് ഹോണ്ട അവരുടെ വണ്ടികളിൽ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ ചിലത് അത്യാവശ്യം നല്ല അപ്ഡേറ്റ്സ് ആണ്, കാരണം പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ചിലത് ഈ അപ്ഡേറ്റ്സ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പ്രൈസും കൂട്ടിയിട്ടുണ്ട്. ചില വേരിയൻസിൽ അത്യാവശ്യം നന്നായിട്ടും കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഹോണ്ടയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ആകെ 3 വണ്ടികളേ ഉള്ളൂ, എലവേറ്റും സിറ്റിയും അമേസും. ആൻഡ് അതിലവരുടെ റേഞ്ച് ടോപ്പിംഗ് വാഹനം ഇപ്പോൾ എലവേറ്റ് ആണ്. എലവേറ്റ് ഇറങ്ങിയ സമയത്ത് എലവേറ്റിൻ്റെ പ്രൈസ് ടോപ്പ് എൻഡിൽ സിറ്റിയൊക്കെ കുറവായിരുന്നു. എനിവേ നമുക്ക് ആദ്യം എലവേറ്റിൻ്റെ തന്നെ പരിപാടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അവർ പുതിയതായിട്ട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന പ്രൈസ് ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. ആദ്യം തന്നെ ഫീച്ചേഴ്സിലേക്ക് വരാം. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഇത്രയും കാലം നമുക്ക് എലവേറ്റ് ഇറങ്ങിയ സമയം പോലെ ബേസ് മോഡലിൽ 2 എയർ ബാഗ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ബാക്കിൽ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ഇല്ലായിരുന്നു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഹോണ്ട 6 എയർ ബാഗ്സ് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. 4 വേരിയൻസ് ആണുള്ളത്. SV ഉണ്ട്, V ഉണ്ട്, VX ഉണ്ട്, ZX ഉണ്ട്. ഇനി മുതൽ നിങ്ങൾ ഏത് വേരിയൻസ് എടുത്താലും മാനുവൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ അപ്ഗ്രേഡ്സ് എന്ന് വെച്ചാൽ ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ നമുക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് തന്നെ പ്രൈസും കൂടിയിട്ടുണ്ട് എന്ന് പറയാം. എലവേറ്റ് ഇറങ്ങിയ സമയത്ത് അവർ 10.99 lakhs ഇറക്കിയത്. അത് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പ്രൈസിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നേ അവരിതിൻ്റെ ബേസ് മോഡലിന് മാത്രം പ്രൈസ് ഏകദേശം 60,000 രൂപയോളം കൂട്ടിയായിരുന്നു. ആൻഡ് അപ്പം 11.58 lakhs ആയി ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇത് ഞാൻ 1-2 മാസം മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ പറയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പം 33,000 രൂപയും കൂടി ഇവർ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 11.91 lakhs ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 90,000 അല്ലെങ്കിൽ 92,000 അടുത്തോളം ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ബേസ് മോഡൽ മാത്രമല്ല ബാക്കിയുള്ള വേരിയൻസിലും പ്രൈസൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് V വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 40,000 പ്രൈസൊക്കെയാണ് കിട്ടുന്നത്. ആൻഡ് VX എടുക്കുകയാണെങ്കിൽ അവിടെയും 40,000 തന്നെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. പക്ഷേ ZXൽ 31,000 പ്രൈസ് ഡിഫറൻസേ ഉള്ളൂ. എന്ന് വെച്ചാൽ മാനുവൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിലാണ്. ഇനി ഓട്ടോമാറ്റിക്കിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് Vയിലും VXലും ZXലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതിനകത്ത് Vയിലും VXലും സെയിം 30,000 പ്രൈസ് ഡിഫറൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ZXലേക്ക് വരുമ്പോഴേക്കും പ്രൈസ് ഡിഫറൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. 23,000 രൂപ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ 16.2 lakhs ആയിരുന്നു എക്സ്ഷോറൂം പ്രൈസ്. അതും അവർ കുറച്ച് കൂട്ടിയതാണ് കേട്ടോ. കാരണം വണ്ടി ഇറങ്ങിയ സമയത്ത് കറക്റ്റ് 16 lakhs ആയിരുന്നു ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് അവർ കൊടുത്തിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കാലം മുന്നേ 20,000 രൂപ കൂട്ടി 16.2 lakhs ആക്കി. ഇപ്പോൾ എന്തായാലും അതിൽ നിന്ന് പിന്നെ 23,000 രൂപ കൂട്ടി 16.43 lakhs ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു രത്നച്ചുരുക്കമായിട്ട് ഇപ്പോൾ എലവേറ്റിൻ്റെ പ്രൈസ് 11.91 lakhs സ്റ്റാർട്ട് ചെയ്ത് 16.43 lakhs വരെ പോകുന്നു എന്ന് പറയാം. മാനുവൽ ആണെങ്കിൽ ഇപ്പോൾ മാക്സിമം പ്രൈസ് പോകുന്നത് 15.41 lakhs വരെയാണ്. ആൻഡ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 13.71 lakhs നിന്നാണ്. കാര്യം ഇവർ ഫീച്ചേഴ്സൊക്കെ കൊടുത്തത് നന്നായെങ്കിലും നമ്മൾ ജസ്റ്റ് 6 മാസത്തിൻ്റെ ഡിഫറൻസിൽ നോക്കുമ്പം അത്യാവശ്യം പ്രൈസ് ഡിഫറൻസ് നന്നായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ പേപ്പറിൽ പൊതുവെ എല്ലാ കമ്പനികളും പ്രൈസ് കൂട്ടും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹോണ്ടയും പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. പല കമ്പനികളുടെയും വലിയ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ കാണാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇനി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി. ഇനി ഹോണ്ടയുടെ അടുത്ത വാഹനം സിറ്റിയാണ്. സിറ്റിയിലും അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്ന് പറയാം. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കിട്ടുന്നത് ഈ വാഹനത്തിൻ്റെ 5th ജനറേഷൻ്റെ തന്നെ ഫേസ് ലിഫ്റ്റ് വേർഷനാണ്. ഈ ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞ വർഷം ഇറക്കിയതാണ്. പറയത്തക്ക ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ഗ്രില്ലും അലോയ് വീൽസും അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എനിവേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ എലവേറ്റിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഈ വാഹനത്തിലും ഫീച്ചേഴ്സിലെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും നമുക്ക് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മോഡൽ മുതൽ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് പ്രൈസ് ഡിഫറൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻസിലും തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് ആണ്. ആദ്യം നമുക്ക് മാനുവൽ 1.5 നോർമൽ പെട്രോളിൻ്റെ പ്രൈസ് നോക്കാം. സോ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് 11.71 lakhs നിന്നായിരുന്നു. പക്ഷേ ഇപ്പം ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12.08 lakhs നിന്നാണ്. എന്ന് വെച്ചാൽ 37,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ഇതിൻ്റെ ബേസ് മോഡലിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈക്കാണ്. കാരണം ബാക്കി വേരിയൻസിലൊന്നും ഇത്രയും ഹൈ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടില്ല. ഈവൻ ഇഫ് നമ്മൾ ഇതിൻ്റെ ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ പോലും അത്രയും പ്രൈസ് ഡിഫറൻസ് വന്നിട്ടില്ല. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻറ്റ് V വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ മാനുവൽ നമുക്ക് 26,000 പ്രൈസ് ഡിഫറൻസ് ആണ്. ആൻഡ് VX എടുക്കുകയാണെങ്കിൽ 21,000 പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ZXൽ 16,000 പ്രൈസ് ഡിഫറൻസ്. മാനുവൽ ഏറ്റവും കുറവ് പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ZXലാണ്. ഈവൻ ഓട്ടോമാറ്റിക്കിലും സെയിം അവസ്ഥ തന്നെയാണ്. ഇതിൻ്റെ ആക്ച്വലി ഓട്ടോമാറ്റിക്കും മാനുവലും നമ്മൾ പ്രൈസ് ഡിഫറൻസിൽ വലിയ വ്യത്യാസമില്ല. കാരണം ഇവിടെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിലും മറ്റേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് Vയിൽ 26,000 പ്രൈസ് ഡിഫറൻസ്, VXൽ 21,000 ആൻഡ് ZXൽ 16,000 പ്രൈസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രൈസിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ 12.08 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് 15.1 lakhs വരെയാണ് മാനുവലിൻ്റെ പ്രൈസ് പോകുന്നത്. ആൻഡ് 14.
15.1 ലാക്സിലെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് 16.35 ലാക്സ് വരെയാണ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പണ്ട് എലവേറ്റിൻ്റെ പ്രൈസ് സിറ്റിയേക്കാൾ കുറച്ച് താഴത്തായിരുന്നു നിന്നിരുന്നത്. സിറ്റിയുടെ പ്രൈസ് 16.19 ലാക്സ് ആയിരുന്നല്ലോ, പക്ഷേ എലവേറ്റ് അവർ 16 ലാക്സിൽ കറക്റ്റ് കൊണ്ടിറക്കി. അപ്പോൾ ആ ഒരു സമയത്ത് എലവേറ്റ് 20,000 ചീപ്പായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഹോണ്ട അതിനകത്ത് ആദ്യത്തെ പ്രൈസേക്ക് കൊടുത്തപ്പോൾ തന്നെ രണ്ടും ഏകദേശം സെയിം പ്രൈസ് ആയി. ഇപ്പം ഈ ലാസ്റ്റ് പ്രൈസേക്കോടുകൂടി ഹോണ്ടയുടെ റേഞ്ച് സ്റ്റോപ്പിംഗ് വാഹനം എലവേറ്റ് ആയി. കാരണം 16.43 ലാക്സ് ആയിരുന്നു അതിന്, ഇതിനിപ്പോൾ 16.35 ലാക്സ് ആണ്. ഏകദേശം 8,000 രൂപയുടെ അടുത്ത് ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഹൈബ്രിഡ് സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ. പണ്ട് അവർ ഫേസ് ലിഫ്റ്റ് ഇറക്കിയ സമയത്ത് ഹൈബ്രിഡിൽ പുതിയൊരു വേരിയൻറ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, വി. അതായത് നമുക്ക് വിയും ZX ഉണ്ടായിരുന്നു, 2 വേരിയൻസ്. പക്ഷേ ഇപ്പോൾ എന്തായാലും അവർ ആ വി വേരിയൻറ്റ് നിർത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും പഴയ പോലെ, അതായത് ഹൈബ്രിഡ് ആദ്യം ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പോലെ നമുക്ക് ഒറ്റ വേരിയൻറ്റ് എന്ന് വെച്ചാൽ ZX മാത്രമേ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കുള്ളൂ ഹൈബ്രിഡിൽ. ആൻഡ് അതിൻ്റെ അകത്ത് 20,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. 20.55 ലാക്സ് ആണ് അതിൻ്റെ ഇപ്പോഴത്തെ എക്സ്ഷോറൂം പ്രൈസ്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം ഹോണ്ട അമേസ്. ഇതാണ് ഇപ്പോഴത്തെ ഹോണ്ടയുടെ എൻട്രി ലെവൽ വാഹനം. ഇതിന് താഴെ വേറൊന്നും അവൈലബിൾ അല്ല. എന്തായാലും ഈ വണ്ടിയുടെ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് വരുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. 3rd ജനറേഷൻ മോഡലാണ് ഇനി വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഈ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാനിൽ ഈ വർഷം തന്നെ ഡിസയറിൻ്റെ പുതിയ ജനറേഷൻ വരും, 4th ജനറേഷൻ. ആൻഡ് ഈ വണ്ടിയുടെയും 4th ജനറേഷൻ അപ്ഡേറ്റ് ഈ വർഷം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർ 2 വേരിയൻസ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പണ്ട് നമുക്ക് അമേസിൽ 3 വേരിയൻസ് ഉണ്ടായിരുന്നു. ഇ ഉണ്ടായിരുന്നു, എസ് ഉണ്ടായിരുന്നു, VX ഉണ്ടായിരുന്നു. ചില സമയങ്ങളിലൊക്കെ വി വേരിയൻ്റ് ഉണ്ടായിരുന്നു. അതവർ ഒരു സമയത്ത് വി വേരിയൻ്റ് റിമൂവ് ചെയ്തു. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ 2 വേരിയൻസ് മാത്രമേ വരുന്നുള്ളൂ, എസും VXും. പിന്നെ ഇപ്പം നിലവിലുള്ള 2 വേരിയൻസിൽ പ്രൈസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലൊന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിയിൽ പ്രൈസൊക്കെ ഉള്ളൂ. നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10,000 റുപ്പീസിൻ്റെ പ്രൈസേക്കാണ് ഓട്ടോമാറ്റിക്കൽ എസ്സിൽ വന്നിരിക്കുന്നത്. ആൻഡ് 9,000 റുപ്പീസിൻ്റെ പ്രൈസേക്കാണ് VXിൽ വന്നിരിക്കുന്നത്. മാനുവൽ എടുക്കുകയാണെങ്കിൽ 11,000 റുപ്പീസിൻ്റെ പ്രൈസേക്ക് എസ് മോഡലിൽ നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് 9,000 റുപ്പീസിൻ്റെ പ്രൈസേക്കാണ് VX മാനുവൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 7.93 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് മാനുവൽ ആണെങ്കിൽ 9.04 ലാക്സ് വരെയാണ് പോകുന്നത്. ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ 8.83 ലാക്സിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് 9.86 ലാക്സ് വരെയാണ് മാക്സിമം പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ വാഹനം എടുക്കാതെ ഇതിൻ്റെ പുതിയ ജനറേഷൻ അപ്ഡേറ്റ് വന്നതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. കാരണം ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഹോണ്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും മാറ്റും. ഇതിൻ്റെ പ്ലാറ്റ്ഫോം അടക്കം മാറാൻ പോവുകയാണ്. കാരണം സിറ്റിയുടെയും എലവേറ്റിൻ്റെയും പ്ലാറ്റ്ഫോമിലേക്ക് ഇത് വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഷോർട്ട് വീൽ ബേസ് വേർഷൻ ആയിരിക്കും എന്ന് മാത്രം. പക്ഷേ ബാക്കി സാധനങ്ങൾ ഇപ്പോൾ ഈവൻ എക്വിപ്മെൻറ്റ് ലിസ്റ്റ് ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അങ്ങനെയാണല്ലോ ഹോണ്ട പൊതുവെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഉള്ള മോഡൽ എടുക്കുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എടുത്തേ പറ്റുമോ എന്നുള്ളെങ്കിൽ വേണമെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് 1.2 ലിറ്റർ എണ്ണ പെട്രോൾ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പുതിയ ജനറേഷൻ അപ്ഡേറ്റിൽ എഞ്ചിൻ മാറില്ല കേട്ടോ, സെയിം 1.5 വീട്ടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ആൻഡ് CVT ഓട്ടോമാറ്റിക്കിൻ്റെ കൂടെ തന്നെയായിരിക്കും ഇത് വരുന്നത്. മാനുവലും ഒബ്വിയസ്ലി ഉണ്ടാവും. ഗൈസ്, അപ്പോൾ അതാണ് ഹോണ്ട വണ്ടികളുടെ പുതിയ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.